നമ്മൾ സ്ട്രെച്ചർ സർവീസ് ദേവസ്വം ബോർഡിന്റെ ആള് ഒരുപാട് പേര് വയ്യാതെ വരുന്നവരെയൊക്കെ സുഖമില്ലാതെയൊക്കെ ആസ്പത്രിയിൽ എത്തിക്കല്, കുഴഞ്ഞു വീഴുന്നവര് അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ആസ്പത്രി. തിരക്ക് കൂടുതലായിട്ടാണോ അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്? അതെ, തിരക്ക് കൂടുതൽ. ഒരുപാട് ഈ തിരക്കുണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ, പല അസുഖങ്ങളുള്ളവർ അങ്ങനെ ഉള്ളവരൊക്കെ കുഴഞ്ഞു വീഴലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരെ നമ്മളെടുത്ത് ആസ്പത്രിയിൽ എത്തിക്കുകയും. ഏത് ആശുപത്രിയിലേക്കാണ് നിങ്ങൾ സാധാരണ ആദ്യം? നമ്മളിവിടെ നടപ്പന്തലിൽ ആസ്പത്രിയുണ്ട്, അവിടെ കൊണ്ട് എത്തിക്കും. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? എല്ലാ സൗകര്യമുണ്ട് അവിടെ. പിന്നെ അവരെ ഏൽപ്പിച്ച്, ഡോക്ടർമാരെയൊക്കെ ഏൽപ്പിച്ച് അവരെ എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ തിരികെ വരാം. വിദഗ്ധ ചികിത്സ ആവശ്യം വേണ്ട രോഗികളെ സംബന്ധിച്ചുള്ള എന്താണ് നിങ്ങൾ ചെയ്യാറ്? അത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇതായി കൂടുതൽ പറ്റാത്തവരെ പമ്പയ്ക്ക് കൊണ്ടുപോകും. പമ്പയിൽ പറ്റാത്തവരെ പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ? ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും, അവിടെ നിന്ന് അവർ ആംബുലൻസിൽ പമ്പയ്ക്ക് ഇറക്കും. പമ്പയിൽ പോയി പമ്പയിൽ പറ്റുന്നത് പമ്പയിൽ ചെയ്യും, അല്ലാത്തവർ അത് പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. എത്ര ജീവനക്കാർ ഇക്കാര്യത്തിന് വേണ്ടി, അതായത് സ്ട്രെച്ചർ സർവീസിൽ? 20 പേരുണ്ട്. ചലന വഴിയിലൊക്കെ അവിടെയൊക്കെ ഞങ്ങളുടെ ഓരോ ക്യാമ്പുകളുണ്ട്. അവിടെ എത്തിക്കാൻ മരക്കൂട്ടത്തുണ്ട്, അപ്പാച്ചിമാടുണ്ട്, ശരംകുത്തിയിലുണ്ട്, ഇവിടെ സന്നിധാനത്തുണ്ട്, താഴെ വാവരുന്നവരുടെ അവിടെയുണ്ട്.